എന്നിട്ട് നമ്മൾ ഈസായിലേക്കെത്തി അലൈഹിസ്സലാം. അപ്പോൾ ഞാൻ വബർറം ബിവാലിദത്തി എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനം മുർഷിദിന് ഇന്നലെ രാത്രി പറഞ്ഞു കൊടുത്തു. വബർറം ബിവാലിദത്തി, എൻ്റെ ഉമ്മാക്ക് ഗുണം ചെയ്യണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് ആ ഗുണം? قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي. എൻ്റെ ഉമ്മാക്ക് ഗുണം ചെയ്യണമെന്ന് എന്നോട് കൽപ്പനയുണ്ട്. എന്താണ് പറഞ്ഞേ? അറിയോ? എനിക്ക് പറഞ്ഞുതരാം. ഉമ്മത്ത് മുഹമ്മദിനെ ഇർഷാദ് ചെയ്യുക. കാരണം എളാപ്പാൻ്റെ മതം നശിച്ചു പോകാനൊരുങ്ങുമ്പോൾ, എളാപ്പാൻ്റെ മതത്തിലുള്ള ജനങ്ങൾ വഴിതെറ്റി നടക്കുമ്പോൾ അവിടെ ഉമ്മയോടൊരു ബാധ്യതയാണ് എന്ത്? ആ ജനത്തിന് നേർവഴി പറഞ്ഞു കൊടുക്കുക. കാരണം ഇത് എളാപ്പയാണ്. ഉമ്മ മേശറിയിൽ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കും, ആകാശത്തില്ലായിരുന്നു, അനക്കൊന്ന് ഇറങ്ങിച്ചെന്ന ഐറ്റങ്ങളൊന്ന് നന്നാക്കിക്കൂടായിരുന്നു? അതിൻ്റെ പുതിയാപ്പിളെ നിനക്കറിയില്ലേ? ആ ജനം നാശാവുന്നതിൽ നിനക്ക് ആ മനുഷ്യൻ ദുഃഖിച്ചിരിക്കുന്നുണ്ട് നിനക്കറിയില്ലേ? ജന്നബിയല്ലേ? ഒബർറം ബിവാലിദത്തി, ഈ ഉമ്മയോടുള്ള ഗുണമായിട്ടാണ് ആര് വരുന്നത്? ഈസാ നബി. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയടാ. ഇതാണ് ഇൽമ്. അതാണ് ഇൽമ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തുകൊണ്ട്? അവസാന കാലത്ത് വേറൊരു നബി വന്നാൽ ആ നബിക്ക് ഒരു മിന്നത്തുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതം ജനങ്ങൾ നാശായി പോകുകയായിരുന്നു. അവസാനം ഞാനത് ലെവലാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു ബാധ്യതയില്ലാത്ത കാര്യം ബാധ്യതയായി ഏറ്റെടുക്കുക. അതേ സമയത്ത് ഈ വ്യക്തിക്ക് ആരോട് ബാധ്യത ഉണ്ട്? ഉമ്മയോട്. ഉമ്മാൻ്റെ പുതിയാപ്പിളല്ലേ ഇത്? എളാപ്പല്ലേ? സണ്ണില്ലോ? ഉമ്മാനെ നമ്മളെ ബാപ്പ മരിച്ചിട്ട് വേറൊരാൾ കെട്ടിയാൽ അയാൾക്ക് നമ്മളാരാ? നിയമപരമായി പുത്രസ്ഥാനം സണ്ണില്ലോ എന്ന് പറയാലോ? നമ്മൾ നാട്ടിൽ നടപ്പനുസരിച്ച് തന്നെ എന്താ വിളിക്കുക? അമ്മാനെ കിട്ടിയ ആളെ എന്താ വിളിക്കുക? എളാപ്പെന്നല്ലേ അങ്ങനെ വിളിക്കുക? എളാപ്പല്ലേ? അപ്പം എളാപ്പാന്ന് പറഞ്ഞാൽ അവിടെ ബാപ്പാൻ്റെ സ്ഥാനത്തല്ലേ? ആര് വഴി? പ്രത്യേകിച്ച് ഉമ്മാൻ്റെ പുതിയാപ്പിളക്ക് എന്ത് ചെയ്ത് കൊടുത്താലും ആർക്കാണ് അവിടെ ഇഷ്ടം ഉണ്ടാകുക? ഉമ്മക്ക്. പറമ്പി വാലിദത്തി. അപ്പോൾ വേറെ ഒരു നബി അള്ളാഹ്ക്ക് അവിടെ ഇറക്കാം. പക്ഷെ അത് മിന്നത്താവും. ഇതങ്ങനെയല്ല. ഇത് ഉമ്മാനോട് ബാധ്യത. ഈ ബാധ്യത എന്താണാവോ? ആ ബാധ്യതയോടെ പറഞ്ഞ് ഈസാ നബി ഇപ്പോൾ ഏതായാലും മറിയമ്മീനും പോറ്റാൻ വേണ്ടി ഗൾഫ് പോയിട്ടില്ലല്ലോ. ഇതേപോലെ പാടത്ത് പണിക്കോയിനു കൈക്കോട്ടൊക്കെ കൊത്തിയാണ്ടാണോ ഉമ്മാനെ പോറ്റിയെ? അങ്ങനത്തെ താരീഖ് എവിടെയും കാണാനില്ലല്ലോ. അപ്പം ഈ ബറമ്പി വാലിദത്തി എന്താ? ഉമ്മാനെ മടിയെ കിടത്തി മരിപ്പിച്ചതാണോ ഈസാ നബി? തിരിഞ്ഞിട്ടില്ല. ഉമ്മാനെ മടിയിൽ കിടത്തി ഈസാ നബി മരിപ്പിച്ചിട്ടുണ്ടോ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടതിന് ശേഷം ഒരു രാത്രി ഒരു സ്ഥലത്ത് ഉറങ്ങാൻ എന്ന വിഷമത്തിൽ കിടന്നു, ദുഃഖത്തിൽ തൻ്റെ തോഴിമാരോട് കൂടെ മറിയം
അപ്പോൾ അവർ അപ്രത്യക്ഷയായി എന്നാണ് ക്രിസ്തീയതയിൽ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം. അവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. ബത്ലഹേമിൽ അതിൽ സ്ലീപ്പിംഗ് ചർച്ച് എന്ന് പറയുന്നു. ഈ സ്ലീപ്പിംഗ് ചർച്ചിൽ ഈ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടി ഇപ്പോഴും ക്രിസ്ത്യാനികൾ വന്ന് ഉറങ്ങും. കാരണം അവസാനം യേശുവിനെ കുരിശിൽ തറച്ചു എന്ന് അവരുടെ വിശ്വാസം. നമ്മളെ വിശ്വാസം ഉയർത്തപ്പെട്ടു. ആ ഒരു ദുഃഖത്തിൽ വന്ന് ഉറങ്ങാൻ കിടന്നതാണ് ആര്? അതായത് രാത്രി കിടന്നു, പിന്നെ അവർ അപ്രത്യക്ഷയായി എന്നാണ് ഒരഭിപ്രായം. അപ്പോൾ ഈസാ നബി ഉമ്മാനെ മടി കിടന്ന് പോറ്റിട്ടില്ലല്ലോ. ഉമ്മാക്ക് ഗുളികം വാങ്ങും മരുന്ന് കൊടുത്ത് അതിന് നടന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതെന്താ എടുത്തോറണം? ഇവിടെ എന്താ ഇത് എടുത്തോറേണ്ട ആവശ്യം? ഒബറമ്പി വാൽദത്തീൻ, ഒരു നബി പറയാത്ത വർത്താനം. ഏതോ ഒരു നബി പറയാത്ത വർത്താനല്ലേ ഇപ്പം ഈ പറയുന്നത്? ഒബറമ്പി വാൽദത്തി, എൻ്റെ ഉമ്മാനോട് എനിക്കൊരു ബാധ്യത ഉണ്ട്. എന്താണ് ആ ബാധ്യത? നമ്മളെ നേരെയാക്കുക. ഇനി ഈസാ നബി ഇറങ്ങി വന്നാണ്ട് കഷ്ടപ്പെടുമ്പോൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മമ്മദും അയമ്മൂട്ടിയും പോയിട്ട് നിങ്ങൾ കുറച്ച് ഇടങ്ങാറായില്ലേ എന്ന് പറയുമ്പോൾ ഈസാ നബിക്ക് തിരിച്ചെന്ത് പറയാം? ഞാൻ എന്നെ കണ്ടു വന്നല്ല, എൻ്റെ ഉമ്മാനോടുള്ള കടമ വിട്ടുക, ഞാൻ എൻ്റെ വണ്ടി വിട്ടു. ഉപറമ്പി വൽതത്തി. പിന്നെ ഈ ഉമ്മത്തിനെ നേരെയാക്കണ ആളാരാ? മഹ്ദി. അപ്പോൾ സണ്ണ്, പിന്നെ സണ്ണില്ലോ വേറെ ആളെ കൂട്ടിയാനില്ല. ഒന്ന് മകൻ, ഒന്ന് മകൻ, ഒന്ന് മകൻ, ഒന്ന് നിയമപരമായി മകൻ, ഒന്ന് നിയമപരമായി മകൻ സ്ഥാനത്ത്. ഒന്നോ രണ്ടാളല്ലേ ഈ ഉമ്മത്തിന് അവസാനം നന്നാക്കണേ? എന്തെങ്കിലും നോക്കിയിരിക്കണേ? ആണോ അല്ലേ? രണ്ടാളല്ലേ ഈ ഉമ്മത്തിന് അവസാനം നന്നാക്കുക. ഒന്ന് മകനും ഒന്ന് മകൻ്റെ സ്ഥാനത്തുള്ളവും. ജമാഅത്തിനും ഡമാസ്കസ് പള്ളിയിൽ ഒരുമിച്ച് കൂടും. അപ്പോൾ ആളുകൾ പറയും അമ്മലിന്നാസ്, ഈസാ നബിയേ നിങ്ങളെയും ഇമാമത്ത് ഇല്ല, ഇമാമുക്കും ഖൈറുല്ലക്കും, നിങ്ങളെ ഇമാമാണ് നിങ്ങൾക്ക് യോഗ്യൻ. എന്തേ? അത് മുഹമ്മദ് എന്നാളുടെ മകളുടെ മകനാണ്. ഞാൻ ഇമ്രാൻ്റെ മകളുടെ മകനാണ്. നസബിൽ നോക്കിയാൽ ഞാൻ താഴെയാണ്. ഞാൻ വലിയ നബിയൊക്കെ തന്നെയാണ്, പേരനുഭവത്തില്ലേനും. അല്ല, ആൾ വലിയ ആളാണ്. അത് ആരെ മോനാ? ഫാത്തിമാൻ്റെ മോനാ, അവിടുത്തെ മകളെ മകനാ. ഞാനോ? ഞാൻ ഇമ്രാൻ്റെ മകളെ മകനാണ്. വമറിയം ബിനത്ത് ഇമ്രാൻ. ആരെ മകനാ? ആരെ മകളാണ്? പറയട ചങ്ങായി, ആരുടെ 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 മകളാണ്? മറിയം ബിനത്ത് ഇമ്രാൻ, ഇമ്രാൻ്റെ മകളുടെ മകൻ, ഇമ്രാൻ്റെ മകളുടെ മകൻ, ഇമ്രാൻ്റെ മകളുടെ മകൻ. ഇതോ മുഹമ്മദ് മുസ്തഫയുടെ മകളുടെ മകൻ. ഓ, അപ്പൊ ഇമാമുക്കും ഖൈറുലക്കും വലിയ ആളാണ് തന്നെയാണ്. അപ്പൊ വിഷയമെല്ലാം ഒന്നുമല്ല കറക്കണത്. എന്തുമേൽ? മുഹമ്മദ്. ഇപ്പൊ നമ്മളെ ഏതെങ്കിലും തറവാട്ടിലോ ഒരു ആലിങ്ങലോ ഒരു മൂച്ചിക്കലോ ഉള്ള ഒരുത്തനാണ് നന്നാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മഹദിയാക്കി കൂടെ. കുറേ ആളുകളുടെ ഇപ്പം നടക്കണ്, ഞാനാണ് മഹദി, മറ്റോനാണ് മഹദി, മഹദി ഒക്കെ മഹദിയാണ്. ചിലർ മഹദി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ മഹദി എന്ന് പറഞ്ഞാൽ എഴുത്തുവിടലുണ്ട് ചില ആളുകൾ. മഹദി അങ്ങനെ കുറേ ആളുകൾ എഴുത്ത് മഹദികൾ, ഒരുപാട് മഹദികൾ ഇപ്പോൾ ലോകത്തുണ്ട്. എന്താ അള്ളാഹു തആല അങ്ങനെ ആക്കിയാൽ? ഇത് മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. അല്ലാതെ ആര് വിചാരിച്ചാലും കള്ളനാണ്. മിൻ ഔലാദി ഫാത്തിമ. അതിൽ കൃത്യമായ റസൂൽ പറഞ്ഞു. എന്തുകൊണ്ട്? അവസാന കാലത്ത് ആരുണ്ടാവും? കള്ള മഹദികളുണ്ടാവും. ലോക ചരിത്രത്തിൽ ഒരുപാട് മഹദികൾ വന്നു, കള്ളമഹദികൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. മിൻ ഔലാദി ഫാത്തിമ. ആരെ മകനായിരിക്കണം? ഫാത്തിമയുടെ. മിൻ സുലാലത്തി ഹസൻ. എൻ്റെ ഹസൻ റൂട്ടിൽ, ഹുസൈൻ റൂട്ടിലുണ്ട്, ഹസൻ റൂട്ടിലുണ്ട്. ഇത് ഏത് റൂട്ടിലായിരിക്കണം? അപ്പൊ ഇത് ജേടാ, ഞാൻ ആലിങ്ങനെ പോക്കര മകനാ, ഞാനാണ് മഹദി. അപ്പൊ വേഗം ഒരു ഗുളിക കൊടുക്കാൻ നോക്കിയാൽ മതി. ഓന്റെ പ്രശ്നം എന്താണ്? ഊളമ്പാറെത്തിയാൽ ദേശം നേരം വെക്കി. അതാണ് പ്രശ്നം, മറന്നില്ല. എന്തായാലും
എന്തുകൊണ്ട് ഇതൊക്കെ എങ്ങനെ 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 വ്യക്തമായി പറയണേ? നിങ്ങൾ വെക്കണ്ട, ഇതിൻ്റെ മക്കളെ ആകുള്ളൂ. നിങ്ങളെ നന്നാക്കാനുള്ള രണ്ടാളെ ഏൽപ്പിച്ചത്, ഒന്നിൻ്റെ പെണ്ണുങ്ങളെ മോനെയും ഒന്നിൻ്റെ മകളെ മോനെയും. രണ്ടാളും ഒരുമിച്ച് കൂടിയാൽ ഇമാമ മൂപ്പരായിരിക്കും. അതിൻ്റെ മകളാനാണ് ഫാത്തിമ ബീബി അഫ്ളലു മിൻ ജമീഇ നിസാഇൽ ആലമീൻ ഹത്താ മിൻ മറിയമ ഫഇന്നഹാ ബിൻതു നബിയിൽ മുസ്തഫ ഫഇന്ന മറിയമ ഇബ്നതു ഇമ്രാൻ. ഇസ്രായേലിലെ ഏതോ ഇമ്രാന്റെ മകളാണ് ആര്? പറയേ, മറിയം. ഇതല്ല, ഇത് സയ്യിദുൽ അനാമായ, സയ്യിദുൽ ഖൽഖായ, അഷ്റഫുൽ ഖൽഖായ, സയ്യിദുൽ ബറായായ, കഹ്ഫുൽ വറയായ മുഹമ്മദ് മുസ്തഫാന്റെ മോനാണ്. അപ്പോൾ ഇമാം ബുഖാരിയിൽ വെക്കും. അതാണ് വബർറൻ ബിവാലിദതി. ആ വബർറൻ ബിവാലിദതി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതെന്ന് പൂർത്തിയാവും? മഹദിയും ഈസാ നബി ഇറങ്ങിയ രണ്ടാളും കൂടും. രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്യും? രണ്ടാളും കൂടി ദജ്ജാലിനെ കൊല്ലും. എന്തുകൊണ്ട്? ഈ ദജ്ജാൽ അടിസ്ഥാനപരമായി ആരെ ശത്രുവാണ്? മുഹമ്മദ് എന്നാണ് ശത്രുവാണ്. എൻ്റെ ഒരു ശത്രുവിനെ വേറൊരു തറവാട്ടിൽ ഒതുക്കി എന്നാൽ നമ്മക്കൊരു മാനക്കേടുണ്ടോ അല്ലേ? അതേസമയത്ത് നമ്മളെ മക്കളും മൂത്താപ്പാൻ്റെ മക്കളും കൂട്ടിയിട്ടാണ് ഓനെ ഒതുക്കിയെങ്കിലോ അതിൽ ഓൽക്കൊന്നും പറയാനില്ല. ഞങ്ങൾ എന്തെങ്കിലും കഞ്ഞിവെള്ളം കുടിച്ച് കടന്നുറങ്ങിക്കോളും കുട്ടികളെ, അത്രയും ഞാൻ പറയാനുള്ളൂ. മറ്റൊരു പിന്നെ പള്ളിൻ്റെ ജനറൽ ബോഡിയിൽ വരെ ഇത് പറയും, മൂപ്പർക്ക് അന്ന് ആരും മൂപ്പരെ മാനം കെടുത്തിയപ്പോൾ അതിൽ ഇടപെടാൻ ഞങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയും. ഈ വ്യക്തി അടിസ്ഥാനപരമായി ആരെ ശത്രുവാ? ദജ്ജാൽ മുഹമ്മദിയത്തിന് ശത്രുവാ. ഇയാൾ എന്നുണ്ട്? ആദ്യ നബി കാലത്തുണ്ട്. മാമിൻ നബിയിൻ ഇല്ലാഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ കള്ളൻ അന്നുണ്ട്. മനസ്സിലായ പറഞ്ഞാൽ അങ്ങനെ പോയി 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 പോയി. അപ്പോൾ അവസാനം ചോദിക്കാണ് തമീമുൽ അൻസാരി തങ്ങളെ ഹദീസിൽ കാണാം. എന്ത്? അത് ഹൽ ബുഇസ, മക്കയിൽ വരുന്ന നബി ഉണ്ടല്ലോ, ആൾ വന്നോ? ഖദ് ബുഇസ. ഓ, അപ്പോൾ കഴിഞ്ഞു, ഇനി കുറച്ച് വല്ലാതെ നേരം വൈകാതെ എനിക്ക് ഇറങ്ങാനാവും എന്നയാൾ പറഞ്ഞു. അപ്പോൾ ഏതോ കാലത്തുള്ള ആൾ ഇവിടെ മുഹമ്മദ് നബി എന്ന ആൾ വന്നു പോകണം, എന്നാലേ ആൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ മുമ്പ് ഇറങ്ങിയാൽ ഇവിടെ ആര് നന്നാക്കും? മുഹമ്മദ് നന്നാക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ബടക്കും മുഹമ്മദിനെ നന്നാക്കും. ആ മുഹമ്മദ് മുസ്തഫ പോയി കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞ് ഖിയാമത്ത് നാളിൻ്റെ അടുത്തെത്തുമ്പോൾ ബനാണ്ട് ഇറങ്ങിയിട്ട് ഒക്കെ നാശാക്കിയാൽ എല്ലാം നരകത്തേക്ക് ഭാരാന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. അപ്പോൾ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ ആരും ഉണ്ടാവില്ല മഹ്ശറിൽ. ഇതാണ് ഉദ്ദേശം. ഇവൻ അടിസ്ഥാനപരമായി ആദമിൻ്റെ ശത്രുവല്ല, ഇവൻ അടിസ്ഥാനപരമായി മുഹമ്മദിയത്തിന് ശത്രുവാണ്. ലോകത്തൊരു നന്മയുള്ളത് മുഹമ്മദിയത്താണ്. ലോകത്തൊരു തിന്മയുള്ളൂ, അത് ലോകത്തൊരൊറ്റ തിന്മയുള്ളൂ. അതെന്താണ്? അത് ഇതിലാല് മുഹമ്മദാണ്. മുഹമ്മദിനെ സാരപ്പെടുത്തലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദാണ് എന്നാളെ ചെറുതാക്കലാണ്. അതിനേക്കാളും വലിയ തിന്മ ലോകത്തില്ല. ഒരു നന്മയുള്ളൂ ലോകത്ത്, അത് മുഹമ്മദ് എന്നാളെ വലുതാക്കലാണ്. ഒരു തിന്മയുള്ളൂ ലോകത്ത്, അത് മുഹമ്മദ് എന്നാളെ ചെറുതാക്കലാണ്. എന്തുകൊണ്ട്?